ഹലോ മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിറം ആർട്ട് ആൻഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു ഡിഫറെൻ്റ് ആർട്ട് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് അതുപോലെ തന്നെ ഈ ഒരു ഐസ്ക്രീം ടിന്ന് ഉപയോഗിച്ചുമാണ് ആർട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ആർട്ട് വർക്ക് ഇഷ്ടമായാൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓൾ എന്ന് പ്രസ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഈ ഒരു പ്ലാസ്റ്റിക് കയർ കൊണ്ട് ഒരു ഇട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ട് ഇട്ട് ഞാൻ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇനി ഈ കുപ്പിയിലേക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്ന് അഥവാ ഐസ്ക്രീം ബോട്ടിൽ ഞാൻ ഇതിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ്. കുപ്പിയുടെ ഭാഗത്ത് ഞാൻ ഒരു ടിന്ന് കെട്ടിക്കൊടുക്കുകയാണ്. കാണാൻ കഴിയുന്നത് പ്ലാസ്റ്റിക് കയർ കൊണ്ട് ഈ ബോട്ടിലിനെ ചുറ്റും ഞാൻ ഒന്ന് ചുറ്റിക്കൊടുത്തു. ഇതിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അപ്ലൈ ചെയ്യുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ്, നന്നായിട്ട് ഉറപ്പോടെ നിൽക്കണം, അതിന് വേണ്ടിയാണ് ഞാനൊരു പ്ലാസ്റ്റിക് കയർ ചുറ്റി കൊടുത്തത്. ഓക്കെ ഫ്രണ്ട്സ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടാണ് ഞാൻ ആ വർക്ക് ചെയ്യുന്നത്. അതുപോലെ സിമെൻറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഓക്കെ, ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ദയവ് ചെയ്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് പെട്ടെന്ന് ഡ്രൈ ആകും, പെട്ടെന്ന് കട്ടയായി പോകും. അതുകൊണ്ട് നല്ല ലൂസായിട്ട് വേണം എടുക്കാൻ. എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല, കാരണം ഇത് കട്ടായി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നല്ലതുപോലെ മിക്സാക്കി എടുത്തു. ഇനി നേരത്തെ ആ ചെയ്തു വെച്ച ബോട്ടിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാണ്, ഇതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിതാ നേരത്തെ ചെയ്തു വെച്ച ആ ബോട്ടിലേക്ക് പതുക്കെ എടുത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ആ ബോട്ടിലിൽ ഈ പ്ലാസ്റ്റിക് കയർ കെട്ടാൻ കാരണം നല്ലതുപോലെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്യുകയാണ്. ഇനി കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മുഴുവനായിട്ട് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഒരു മരത്തിൻ്റെ മോഡലാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഒരു പ്ലാവ് മരത്തിൻ്റെ മോഡലാണ്. ഇപ്പോൾ ആ പ്ലാസ്റ്റർ പാരീസ് മുഴുവനായിട്ട് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് മിനുസപ്പെടുത്തി കഴിഞ്ഞു. ഇനി പെയിൻറ്റിങ്ങിലേക്ക് പോകണം. പെയിൻറ്റിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറക്കാതെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി പെയിൻറ്റിങ്ങിലേക്ക് പോകാം. ഇപ്പോൾ ഏകദേശം പെയിൻറ്റിംഗ് വർക്ക് കഴിഞ്ഞു. ഇനി ഫിനിഷ് ചെയ്ത ആർട്ട് വർക്ക് നിങ്ങളെ കാണിക്കാം. ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഈ ഒരു ആർട്ട് വർക്ക് ഇഷ്ടമായി എന്ന് തോന്നിയാൽ ദയവ് ചെയ്ത് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.